അഗാഗിനെ കൊണ്ടുവന്ന് നാട്ടുകാരുടെ മുമ്പിൽ വെക്കാന്ന് വിചാരിച്ചു. അല്ല, ദൈവം ജീവനോടെ കൊല്ലാൻ പറഞ്ഞവനാണ് ജീവനോടെ രക്ഷിച്ച് ദൈവവചനത്തിന് മറുത്തു. ശമൂവേൽ ആദ്യം ചെയ്തത് ചോദിച്ചു, ഈ മുക്രകൾ, ഈ കാളയുടെ മുക്ര എവിടെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു, അഗാഗിനെ ഇഞ്ഞ് കൊണ്ടുവരായി. അഗാഗിനെ കൊണ്ടുവന്നപ്പോൾ അഗാഗ് വിചാരിച്ചു എനിക്ക് ജീവൻ കിട്ടിയെന്ന്. പക്ഷേ വാളെടുത്ത് തുണ്ടം എന്ത് ചെയ്ത് കളഞ്ഞ് വെട്ടിക്കളഞ്ഞു. എന്നിട്ട് ശൗലിനോട് പറഞ്ഞു, നിന്റെ രാജത്വം കീറി. മനസ്സിലായ? നിന്റെ രാജത്വം കീറി മറ്റൊരാളിന് കൊടുത്തു. എടാ, ദൈവം പറഞ്ഞ കൊല്ലാൻ പറഞ്ഞ കൊല്ലണം, തകർക്കാൻ പറഞ്ഞ തകർക്കണം, ഇടിക്കാൻ പറഞ്ഞ ഇടിക്കണം, നിർമൂലമാക്കാൻ പറഞ്ഞ നിർമൂലമാക്കണം. അതിന് ശേഷമേ പണിയുള്ളൂ. അല്ലാതെ കണ്ണം തുണ്ടം വെച്ചിട്ട് ഒരു പണി ദൈവത്തിനില്ല. അടിസ്ഥാനം ഒന്നേന്ന് ഇടാൻ പറഞ്ഞാൽ ഇടണം. ശലോമോൻ പണിത ആലയത്തിനകത്ത് ഇന്ന് വരെ ആലയം പൂർത്തീകരിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ആലയം പൊളിഞ്ഞതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനം പുതുക്കിയിടാൻ പറഞ്ഞു. അടിസ്ഥാനം പുതുക്കിയോ? അടിസ്ഥാനം അങ്ങനെ വെച്ച് തന്നെ പണിതു എന്നാ എസ്രയുടെ പുസ്തകത്തിൽ പഠിക്കുന്നത്. അടിമനുഖത്തിൽ കിടന്നു വന്ന ജനം, എടാ, ആലയം പണിയുമ്പോൾ അടിസ്ഥാനം മുഴുവനും മാറ്റണം. അല്ലാതെ ഒരു ചവരും രണ്ട് ചവരും വെച്ചിട്ട് അതിൽ കൂടെ ജോയിന്റ് ചെയ്തല്ല പണിയേണ്ടത്. അടിസ്ഥാനം കംപ്ലീറ്റ് മാറ്റണം. പണിയണം ഒന്നേന്ന്.